മറ്റു പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സമസ്തക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് രേഖാപരമായ റിക്കാർഡിക്കലായി ജനറൽ ബോഡിയും സംവിധാനവും ഉണ്ടെങ്കിൽ പോലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ ബോഡിയിൽ നിന്ന് മുഷാവറ തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയല്ല ഉള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയും. 40 തലയെടുപ്പുള്ള വലിയ വലിയ മുദരിസന്മാരായ പക്വതയുള്ള തഖ്വയുള്ള വിലായത്തിൻ്റെ അഹ്ലുകാരായ ദുആക്ക് ഇജാബത്തുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആശയത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഇതൊക്കെയാണ് മുഷാവറ അംഗങ്ങൾക്കുള്ള നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന യോഗ്യതകൾ. അങ്ങനെയുള്ള 40 ആലിമീങ്ങളെ തിരഞ്ഞെടുക്കുകയും ഈ 40 ആലിമീങ്ങൾ കൂടിയിരുന്നു കൊണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തെ അംഗീകരിക്കുന്ന ആളുകൾക്കാണ് സമസ്തക്കാർ എന്ന യഥാർത്ഥത്തിൽ പറയുന്നത്. അല്ലാതെ 10 റുപ്യയോ 100 റുപ്യയോ കൊടുത്തിട്ട് സമസ്തൻ്റെ മെമ്പർഷിപ്പിന് ഒരു അപേക്ഷാ ഫോം പൂരിപ്പിച്ചു കൊടുത്തിട്ട് അതിൽ ആ അപേക്ഷ സ്വീകരിച്ചതിന് ശേഷം SKSF-ൻ്റെ SYS-ൻ്റെ ഒക്കെ മെമ്പർഷിപ്പ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു കാർഡ് കിട്ടിയിട്ട് അതിമൊരു നമ്പറൊക്കെ ഉണ്ടാവും, സമസ്തയുടെ മെമ്പർഷിപ്പ് നമ്പർ ഇത്ര എന്നൊന്നും പറയുന്ന ഒരു രീതിയല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കുള്ളത്. 40 ആലിമീങ്ങൾ, തലയെടുപ്പുള്ള 40 ആലിമീങ്ങൾ ചേരുന്നു, അവരുടെ തീരുമാനങ്ങൾ അംഗീകരിക്കുന്നു. ഈ അവരുടെ തീരുമാനങ്ങൾ അംഗീകരിക്കുക എന്ന് പറയുന്നതിന് ചില രഹസ്യങ്ങളുണ്ട്. ഒന്ന്, ബാത്തിലിൻ്റെ പേരിലോ ലലാലത്തിൻ്റെ പേരിലോ 40 ആലിമീങ്ങൾ ഒരുമിക്കുകയില്ല എന്നതാണ് നമ്മൾ അവരെടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ധൈര്യം. ലലാലത്തിൻ്റെ മേൽ കേരളത്തിലെ തലയെടുപ്പുള്ള വലിയ മുദരിസുമാരായ മുത്തഖീങ്ങളായ താരതമ്യേന കേരളത്തിലെ ആലിമീങ്ങളിൽ ഏറ്റവും മെച്ചപ്പെട്ട 40 ആളുകൾ ചേർന്നുകൊണ്ട് അവർ ബാത്തിലിൻ്റെ പേരിലോ ലലാലത്തിൻ്റെ പേരിലോ യോജിക്കുകയില്ല എന്ന ധൈര്യമാണ് അവർ 40 പേർ ചേർന്നെടുക്കുന്ന തീരുമാനം നമ്മൾ ആമന്നാ സല്ലംന എന്ന് പറയുന്നതിൻ്റെ കാരണം. അങ്ങനെ ആമന്നാ സല്ലംന, ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾക്കാണ് സമസ്തക്കാർ എന്ന് പറയുന്നത്. 40 ആലിമീങ്ങൾ ചേർന്നൊരു തീരുമാനം എടുത്തു, തീരുമാനം ഒന്ന് ആലോചിച്ചിട്ട് വേണമെന്ന് ഒരാൾ പറയുകയോ അഭിപ്രായപ്പെടുകയോ നിഗമനത്തിലെത്തുകയോ ചെയ്യുകയാണെങ്കിൽ പിന്നെ അയാൾക്ക് സമസ്തക്കാരൻ എന്ന് പറയാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഈ 40 ആളുകൾ, അതിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഈ 40-ൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക, എന്നാൽ ഒരു ക്രൗഡിൽ നിന്ന്, വലിയൊരു സമൂഹത്തിൽ നിന്ന് എലക്ഷൻ വഴിയായി ഒഴിവ് വന്ന ഒരു സീറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തലല്ല രീതി. ബാക്കി 39 ആളുകൾ ചേർന്ന് ഇനി നമ്മളോടൊപ്പം കേരളീയ മുസ്ലിം സമൂഹത്തിന് നേതൃത്വം നൽകാൻ പറ്റുന്ന ആൾ ആരാണുള്ളത് എന്ന് കണ്ടെത്തി അയാളെ മുഷാവറ